നമസ്കാരം. വില്ലേജ് ന്യൂസ് ടിവിയിലേക്ക് പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം. ദിവസങ്ങൾ പോയത് അറിഞ്ഞില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തി. തെക്കൻ കേരളം ഈ വരുന്ന 9-ാം തീയതി പഞ്ചായത്ത് ഭരണസമിതികളെ തെരഞ്ഞെടുക്കും. വികേന്ദ്രീകൃത അധികാരം വിരൽത്തുമ്പിൽ കൊണ്ടു നടക്കുന്ന ജനങ്ങൾ തങ്ങളുടെ ചിന്തകൾ പുറത്തുവിട്ടിട്ടില്ല. അത് 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോഴേ വെളിവാകും. എങ്കിലും ജനം തങ്ങളോടൊപ്പമാണെന്ന് എല്ലാ മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നു. അത് പറയാൻ അവർക്ക് അവകാശമുണ്ട്. അവരുടേതായ ന്യായീകരണങ്ങളുമുണ്ട്. പക്ഷേ വിധി ജനങ്ങളുടെ മനസ്സിലാണ്. 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ എല്ലാവരും ഏറെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലേത്. അക്ഷരാർത്ഥത്തിൽ 3 മുന്നണികളും തമ്മിൽ നിർണായക മത്സരമാണ് ഇവിടെ നടക്കുന്നത്. LDF-നും UDF-നും NDA-യ്ക്കും അഭിമാന പോരാട്ടമാണിത്. സംസ്ഥാനത്തെ ആദ്യത്തെ കോർപ്പറേഷൻ, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കോർപ്പറേഷൻ എന്നീ പ്രത്യേകതകളെല്ലാം തിരുവനന്തപുരത്തിനുണ്ട്. ഏറ്റവും ഗ്ലാമറുള്ള മേയർ സ്ഥാനവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ. ഒരു മന്ത്രിയേക്കാൾ അധികാരവും സംസ്ഥാന തലസ്ഥാനത്തെത്തുന്ന ഏതൊരു VIP-യെയും സ്വീകരിക്കാനുള്ള അവകാശവും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് സ്വന്തം. 100 കൗൺസിലർമാരുണ്ടായിരുന്ന ഈ കോർപ്പറേഷൻ ദശാബ്ദങ്ങളായി ഭരിക്കുന്നത് CPM ആണ്. വാർഡ് പുനർനിർണയത്തിൽ ഇത്തവണ ഒരു സീറ്റ് കൂടിയിട്ടുണ്ട്. 2 ടേം മുമ്പ് വരെ മുഖ്യ പ്രതിപക്ഷം കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ടേമായി ഈ സ്ഥാനം BJP തട്ടിയെടുത്തു. പടവലങ്ങ പോലെ താഴേക്ക് വളർന്ന കോൺഗ്രസിന് കോർപ്പറേഷനിൽ ഇപ്പോൾ 10 കൗൺസിലർമാർ മാത്രമേ ഉള്ളൂ. BJP വളരുന്നതനുസരിച്ച് ഉപ്പുവെച്ച കലം പോലെ കോൺഗ്രസ് ദുർബലമായി കൊണ്ടിരുന്നു. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ അവസ്ഥ ഇതാണെങ്കിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലെ അവസ്ഥ വ്യത്യസ്തമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദശാബ്ദങ്ങളായി തിരുവനന്തപുരം സീറ്റിൽ വിജയിക്കാറുള്ളത് കോൺഗ്രസാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ദുർബലമായ ഇപ്പോഴത്തെ അവസ്ഥയിലും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ശശി തരൂരാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 48 വാർഡുകളിൽ കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചെങ്കിലും ഇത്തവണ അത് 23 കുറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെത്തുമ്പോൾ ഈ ചിത്രം പിന്നെയും മാറും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ ഒരു സീറ്റ് ഒഴിച്ച് മറ്റുള്ളതെല്ലാം LDF നേടി. കോവളങ്കാർ മാത്രമാണ് UDF-ന്റെ മാനം കാത്ത് A. വിൻസെന്റിനെ വിജയിപ്പിച്ചത്. ഈ ഗണിത തറയിൽ നിന്നുകൊണ്ടാണ് 3 മുന്നണികളും പോരാടുന്നത്. അക്ഷരാർത്ഥത്തിൽ അഭിമാന പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കാലം ഭരണത്തിന്റെ വികസനങ്ങളും നേട്ടങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇടതുപക്ഷം ഇവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മേയറുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു വികസന വിപ്ലവം തന്നെ നടന്നെന്നാണ് LDF അവകാശപ്പെടുന്നത്. ഇതിന് ലോക അംഗീകാരങ്ങളും അവാർഡുകളും കിട്ടിയെന്ന് മുന്നണി നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ഇവയുടെ വെളിച്ചത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം നേടി ഇത്തവണ അധികാരത്തിലെത്താനാകുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. എന്നാൽ നിലവിലെ മേയർ മത്സരരംഗത്തില്ലെന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നതും അവരല്ലെന്നുള്ളതാണ് വസ്തുത. ഇത് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യ പ്രതിപക്ഷമായ BJP CPM-നെ നേരിടുന്നത്. ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ കോടികളുടെ അഴിമതിയാണ് BJP ആരോപിക്കുന്നത്. നടക്കാത്ത പൊങ്കാലയുടെ ശുചീകരണ ചെലവ് പോലും എഴുതിയെടുത്ത ആര്യ രാജേന്ദ്രന്റെ ഭരണകാലത്ത് പാടെ വികസന മുരടിപ്പാണ് ഉണ്ടായിരിക്കുന്നതെന്നും കോടികളുടെ വെട്ടിപ്പ് ഓഡിറ്റ് വിഭാഗത്തിൽ നിന്നും മറച്ചുവെച്ച് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഭരണമാണെന്നും ആരോപിച്ചാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ 2 മുന്നണികൾക്കുമെതിരെയാണ് കോൺഗ്രസിന്റെ പടയോട്ടം. CPM-ഉം BJP-യും തമ്മിൽ കേരളം മുഴുവൻ അന്തർധാരയുണ്ടെന്നും തിരുവനന്തപുരത്തും അതാണ് നടക്കുന്നതെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം. അഴിമതിക്ക് വേണ്ടി CPM-ഉം BJP-യും ഒന്നിക്കുന്നെന്നും ഇവരാരോപിക്കുന്നു. നിലവിൽ 51 സീറ്റുകൾ നേടി ഇടതുമുന്നണിയാണ് കോർപ്പറേഷൻ ഭരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 10 താഴെ വാർഡുകൾ മാത്രമേ CPM-ന് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളെങ്കിലും കോർപ്പറേഷന്റെയും സംസ്ഥാന ഭരണത്തിന്റെയും ബലത്തിൽ 60 സീറ്റെങ്കിലും നേടാനാകുമെന്നാണ് CPM വിശ്വാസം. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 35 വാർഡുകളിൽ BJP വിജയിക്കുകയും 35 2-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 74 വാർഡുകളിൽ BJP-ക്ക് ഭൂരിപക്ഷം കിട്ടി. ഈ കണക്കുകൾ ചൂണ്ടിക്കാട്ടി 70 സീറ്റുകൾക്കുമേൽ നേടാനാകുമെന്നാണ് BJP കരുതുന്നത്. കഴിഞ്ഞ തവണ 10 സീറ്റുകൾ ലഭിച്ചിട്ടുള്ളൂവെങ്കിലും കോർപ്പറേഷന്റെ എല്ലാ മുക്കിലും മൂലയിലുമുള്ള പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് UDF അവകാശവാദം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റേ ലഭിച്ചുള്ളൂ എങ്കിലും ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 വാർഡുകളിൽ ഭൂരിപക്ഷം കിട്ടിയതും 43 വാർഡുകളിൽ 2-ാം സ്ഥാനം ലഭിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് വിജയസാധ്യത അവകാശപ്പെടുന്നത്. 50-ന് മേൽ സീറ്റുകളാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. മുൻ MLA ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചുകൊണ്ട് നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങിയതും തങ്ങൾക്ക് അനുകൂലമാകുമെന്നുമാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. LDF-ന്റെ മേയർ സ്ഥാനാർത്ഥി SP ദീപക്കാണ്. SFI-യിലൂടെയും DYFI-യിലൂടെയും ഒരു തീപ്പൊരിയായി വളർന്നു കയറി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി പ്രവർത്തിക്കുന്ന ദീപക്കിലൂടെ കോർപ്പറേഷൻ നിലനിർത്താനാകുമെന്നാണ് പാർട്ടി കരുതുന്നത്. റിട്ടയർഡ് DGP S. ശ്രീലേഖയാണ് BJP-യുടെ മേയർ സ്ഥാനാർത്ഥി. സർവീസ് കാലത്ത് അഴിമതിരഹിതമായും കാര്യക്ഷമതയോടെയും പ്രവർത്തിച്ച ശ്രീലേഖയിലൂടെ കോർപ്പറേഷൻ പിടിക്കാമെന്നാണ് BJP കരുതുന്നത്. എന്താണെങ്കിലും
മൂന്ന് മുന്നണികളും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. ആര് വിജയിക്കുമെന്നോ ആര് പരാജയപ്പെടുമെന്നോ ആർക്കും നിർവചിക്കാനാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 15 വാർഡുകളിൽ നടക്കുന്ന തീപാറുന്ന മത്സരമായിരിക്കും വിധി നിർണ്ണയിക്കുക. അതൊരു പക്ഷേ തൂക്കുസഭയിലേക്ക് എത്താനുള്ള സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുന്നു. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.